ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച തിരഞ്ഞെടുക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അതായത് ഗില്ലിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ടീമിൽ ഉണ്ടാവാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 2 മിനിറ്റ്സിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓവറോൾ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും, ആ ഒരു കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ്. നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ അവസാനം കളിച്ച T20 സീരീസിൽ ഇന്ത്യയുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, അത് കഴിഞ്ഞിട്ട് വൺ ഡൗണിൽ തിലക് വർമ്മ. ആദ്യം സൂര്യ ആയിരുന്നു അതിന് മുമ്പ് ഇറങ്ങിയിരുന്നത്. പിന്നെ തിലക് വർമ്മ തന്നെ സൂര്യയോട് ആവശ്യപ്പെടുകയും പിന്നെ നമ്പർ 3 വരികയും സെഞ്ചുറി അടിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പം നമ്പർ 3 തിലക് വർമ്മ, 4 വരുമ്പോൾ സൂര്യകുമാർ യാദവ്, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ റിങ്കു സിംഗ്, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ, അങ്ങനെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ഇത് പോയിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നോട്ടബിൾ ആയിട്ടുള്ള കുറേ ആബ്സെൻറ്റീസ് ആ ഒരു ടീമിലുണ്ടായിരുന്നു. അതായത് ജയ്സ്വാൾ ഇല്ല, ഗില്ലില്ല, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർ ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ മേജർ നെയിംസ്, ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ മേജർ നെയിംസ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ടീം നന്നായിട്ട് കളിക്കുകയും ആ ഒരു ഫിയർലെസ് അപ്രോച്ച്, ഒരു കൺസർവേറ്റീവ് അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഒരു ഫിയർലെസ് അപ്രോച്ച് നമ്മൾ കണ്ടതാണ്. ഇപ്പം ലാസ്റ്റ് കളിച്ച ഒരു ഇംഗ്ലണ്ട് ആയിട്ടുള്ള T20 മത്സരത്തിൽ 150 റണ്ണാണ് ഇന്ത്യ ജയിച്ചത്. അതായത് ഇപ്പോൾ അഭിഷേക് ശർമ്മ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 T20 ബാറ്ററാണ് റാങ്കിങ്ങിൽ. സഞ്ജു സാംസൺ ഇപ്പോൾ ലാസ്റ്റ് സീരീസിൽ ആ ജോഫ്ര ആർച്ചറിൻ്റെയൊക്കെ ആ ഒരു ബൗൺസറിന് മുമ്പിൽ കുറച്ച് പകച്ചു പോയെങ്കിലും ഓവറോൾ വളരെ അതിന് മുമ്പത്തെ സീരീസിലൊക്കെ ഡീസൻ്റ് ആയിട്ട് കളിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് അറിയാമല്ലോ, സൂര്യകുമാർ യാദവിൻ്റെ കാര്യം അറിയാം, തിലക് വർമ്മ നമ്പർ 3 ചെറിഷ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ T20 ടീം പോയിരുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ വലിയൊരു പ്രശ്നം, അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഒരു ഡെപ്താണ്. അപ്പോൾ IPL ഒരുപാട് സ്റ്റാർസ് അല്ലെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ്, ടാലൻസ് അൺകവർ ആവുകയും വേണമെങ്കിൽ 2-3 T20 ടീമിനെ ഒറ്റ സമയത്ത് ഫീൽഡ് ചെയ്യാനുള്ള ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യക്ക് ഉണ്ടാവുകയും ചെയ്തു. അവിടെയാണ്, ആ ഒരു പോയിന്റിലാണ് നമ്മുടെ സെലക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രശ്നം വരുന്നത്, കാരണം ടഫ് കോൾസ് ആണ്, ആരെ ഉൾപ്പെടുത്തും, ഇനി ആ ഒരു സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തിയാൽ ടീം മൊത്തത്തിൽ ഉടക്കേണ്ടി വരും. അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് സെലക്ടേഴ്സിന് മുമ്പിലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് തന്നെ വരാം, ശുഭ്മാൻ ഗിൽ. ഇപ്പോൾ ഗില്ലിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനാണ്. റീസെൻ്റ്ലി കൺക്ലൂഡഡ് ടെസ്റ്റ് സീരീസിൽ വളരെ മികച്ചൊരു പ്രകടനം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ലാസ്റ്റ് IPL നോക്കിക്കഴിഞ്ഞാൽ 650 റണ്ണാണ് ഗിൽ അടിച്ചിരിക്കുന്നത്. അതായത് ടോപ്പ് 5 റൺ ഗേറ്റേഴ്സിൽ ഗില്ലുണ്ടായിരുന്നു. ഇനിയിപ്പം ഗില്ലിനെ ഉൾപ്പെടുത്തിയാൽ, ഇപ്പോൾ അക്ഷർ പട്ടേലോ അല്ലെങ്കിൽ ഗില്ലോ വൈസ് ക്യാപ്റ്റൻ ആവുമെന്ന് വരെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഗില്ലിനെ ഉൾപ്പെടുത്തിയാൽ ഏത് സ്പോട്ടിൽ, അവിടെയാണ് ഒരു ചോദ്യം. ഇപ്പോൾ അഭിഷേക് ശർമ്മ ഉണ്ടാവും, അതുപോലെ തന്നെ സഞ്ജു ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒരു ഓപ്പണറുടെ സ്ലോട്ട് ഉള്ളൂ, ഗില്ല് ആ ഒരു ഓപ്പണറുടെ സ്ലോട്ടിൽ വരും. അപ്പോൾ ബാക്കപ്പ് ഓപ്പണർ ആയിട്ടായിരിക്കും ഗില്ലിനെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ ഗില്ലിനെ കളിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ സഞ്ജു സാംസന്റെ സ്ഥാനം ധരിക്കും, അല്ലെങ്കിൽ സഞ്ജു വൺ ഡൗണിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ സഞ്ജു വൺ ഡൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിലക് വർമ്മ ചിലപ്പോൾ ടീമിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം 5ാം നമ്പറിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ വീണ്ടും പൊളിയും. അപ്പോൾ അവിടെ അക്ഷർ പട്ടേലൊക്കെ ഉണ്ട് ഇനി വരാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും പ്രശ്നം വരികയും, അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എന്താണ് നമുക്ക് മാറ്റേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുമോ? ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന്, ഗില്ലിനെ ഇൻക്ലൂഡ് ചെയ്യുമോ? 2, ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുമോ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ അത്രയും എനിക്കങ്ങോട്ട് ഒരു ഇതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ല് കുറച്ചുകൂടെ ട്രഡീഷണൽ സ്റ്റൈൽ ബാറ്ററാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ T20 ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിയർലെസ് അപ്രോച്ചാണ്. ഇപ്പോൾ ടെസ്റ്റിലായാലും ODIയിലായാലും എക്സെപ്ഷണൽ ടാലൻ്റ് ആണ്. T20 നന്നായിട്ട് കളിക്കുമെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഉടയാതെ പോകുന്നത് തന്നെയാണ് എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഇനി സെലക്ടേഴ്സ് എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് ഈ ആഴ്ച തന്നെ അറിയാം. പിന്നീട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രേയസ് അയ്യറിൻ്റെ കാര്യമാണ്. ശ്രേയസ് അയ്യറിനെ ടീമിൽ ഉൾപ്പെടുത്താൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യൻ T20 സെറ്റപ്പിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഓൾ ഫോർമാറ്റ് ശ്രേയസ് അയ്യർ കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ, ഒരു നാച്ചുറൽ ക്യാപ്റ്റൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ശ്രേയസ് അയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ അയ്യർ ഇപ്പോൾ ലാസ്റ്റ് IPL പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിച്ചു. നല്ല എക്സ്പ്ലോസീവ് ബാറ്ററാണ്. നേരത്തെ ഒരു ഷോർട്ട് ബോളിനൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലും പുള്ളി അതൊക്കെ മറികടന്ന് വളരെ മികച്ച രീതിയിൽ ഹൈ സ്ട്രൈക്ക് റേറ്റിലാണ് ശ്രേയസ് അയ്യർ കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിയർലെസ് അപ്രോച്ചുമായിട്ട് യോജിച്ച് പോകുന്ന പ്ലെയർ തന്നെയാണ് അയ്യർ. അപ്പോൾ അയ്യറിനെ എവിടെ കളിപ്പിക്കും? അവിടെ തിലക് വർമ്മയ്ക്ക് പകരം, അപ്പോൾ സൂര്യകുമാർ യാദവ് നമ്പർ 3 വന്നിട്ട് തിലക് വർമ്മയ്ക്ക് പകരം നമ്പർ 4 ശ്രേയസ് അയ്യറിനെ കളിപ്പിക്കാവുന്നതാണ്. ആക്ച്വലി ശ്രേയസ് അയ്യർ ടീമിൽ ഉൾപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതും എത്രത്തോളം നടക്കും എന്നറിയില്ല. പിന്നെയാണ് ജയ്സ്വാളിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലാസ്റ്റ് ന്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്സ്വാളിനോട് റെഡ് ബോൾ ക്രിക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സെലക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏഷ്യ കപ്പ് ടീമിൽ ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടു. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബോളേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബുംറ ഫിറ്റാണ്, ബുംറ തിരികെ ടീമിലെത്തും. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ഉണ്ട്. അർഷദീപ് T20 അറിയാമല്ലോ, ആ ഒരു വിക്കറ്റ് ടേക്കറാണ്. പിന്നീട് മുഹമ്മദ് ഷമിയുടെ കാര്യം അറിയില്ല, ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എടുക്കുമോ എന്നറിയില്ല. പിന്നീട് സിറാജ്. ഇപ്പോൾ സിറാജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ,
ഈ ഒരു റീസെൻ്റ്ലി കണ്ടുള്ള ടെസ്റ്റ് സീരീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ അത് T20 ടീമിലേക്ക് ഒരു വഴി തുറക്കും, ഏഷ്യ കപ്പ് ടീമിലേക്ക് വഴി തുറക്കും എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ IPL വെച്ച് നോക്കുകയാണെങ്കിൽ സിറാജിൻ്റെ ടീമേറ്റായി പ്രസിദ്ധ് കൃഷ്ണയാണ് ഒന്നുകൂടെ മികച്ചു നിന്നത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നീട് ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആരായിരിക്കും? സഞ്ജു മെയിൻ വിക്കറ്റ് കീപ്പർ ആണെങ്കിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ഉയർന്നു കേൾക്കുന്നത് 2 പേരുകളാണ്. ഒന്ന് ജിതേഷ് ശർമ്മയും 2 ധ്രുവ് ജുറലും. അതിൽ തന്നെ ജിതേഷിന് ചാൻസ് കിട്ടാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ RCBക്ക് വേണ്ടിയൊക്കെ വളരെ മികച്ച പ്രകടനമാണ് ജിതേഷ് കളിച്ചത്. ഇനി റിങ്കു സിംഗ് ടീമിൽ നിന്ന് പോയിട്ട് ജിതേഷ് ശർമ്മ വരും എന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും അപ്പോൾ റിങ്കുവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് KKRന് വേണ്ടി വളരെ മികച്ചൊരു പ്രകടനമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് റിങ്കുവിന് ആ ഒരു സ്ഥാനം കോസ്റ്റ് ചെയ്യുമോ, അതായത് റിങ്കുവിന് സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നീട് വരുൺ ചക്രവർത്തി ഓൾമോസ്റ്റ് സ്പിന്നറായിട്ട് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. വരുൺ ചക്രവർത്തി എന്തായാലും ഉണ്ടാവും. പിന്നെ കുൽദീപ് യാദവ് ആയിരിക്കും മറ്റൊരു സ്പിന്നറായിട്ട് വരിക. പിന്നെ അക്ഷർ പട്ടേൽ ഓൾറെഡി ടീമിലുണ്ടാവും. അപ്പോൾ 3 സ്പിന്നേഴ്സായിട്ട് അങ്ങനെയായിരിക്കും വരിക. പിന്നീട് ഈ ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് അറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ ഹൈ ഒക്ടെയിൻ ക്ലാഷ് 1-2 ഇനിയും ഫൈനലിൽ എത്തുകയാണെങ്കിൽ 3 മത്സരം വരെ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവും. അപ്പോൾ അത്രയും ഹൈ ഒക്ടെയിൻ ക്ലാഷ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന പോരാട്ടമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ടീം അവരുടെ പ്രതാപകാലത്തിലല്ല, പാകിസ്ഥാൻ ടീമിന് ഇപ്പം നിരവധി ടീമുകൾ വന്ന് തോൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഹോമിൽ തന്നെ അവർക്ക് ആ ഒരു വിജയം നിലനിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ടീം വീക്ക് ആണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ടീം ഏത് രീതിയിൽ ചിന്തിക്കും? ആ ഒരു നേരത്തെ ഇപ്പം ഇംഗ്ലണ്ടും ഒക്കെ ആയിട്ട് കളിച്ച അതേ ഒരു ടെംപ്ലേറ്റിൽ തന്നെ മുമ്പോട്ട് പോകുമോ, അതോ ഇനി അതിന് പകരം വേറൊരു ഗില്ലിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് വേറൊരു ആ കോമ്പിനേഷൻ ഉടച്ചു വാർക്കുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എന്തായാലും 19-ാം തീയതി ആണെന്ന് തോന്നുന്നു ടീമിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തായാലും ഈ ഒരു ടീമിനെ പറ്റി. പിന്നെ ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്തുകൊണ്ട് വൈസ് ക്യാപ്റ്റൻ ആക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം വന്നിരുന്നു. തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻസി മെറ്റീരിയലല്ല, ക്യാപ്റ്റൻസി മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ ആകുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടീമിൽ ആരൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു ടീമിനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.